ഇവിടെ വന്നിട്ടുള്ള കൂടുതൽ പേരും മുന്നേ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണെന്നും അറിയാം, കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരാണെന്നറിയാം. കുറേ പേരെങ്കിലും ഉറിയാക്കോട് നമ്മുടെ പ്രകൃതി ജീവനാലയം സന്ദർശിച്ചിട്ടുണ്ടാവും, രോഗികളുമായി സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ നിരന്തരം ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യണം, കൂടുതൽ പറയണം എന്നുണ്ടെങ്കിൽ അവസാനം പറഞ്ഞാൽ നമുക്കത് കൂടുതൽ വിശദമാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റാണ് അല്ലേ? ഓരോ നിമിഷവും തെറ്റുകൾ തിരുത്തി കൂടുതൽ മികവുറ്റതാക്കി ഏറ്റവും ഭംഗിയായി ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ശരീരത്തിൽ നിത്യേന അല്ലെങ്കിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സുന്ദരമായ യാത്രയാണ് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ, പുറത്തിരിക്കുന്ന നമ്മൾ പറയുന്ന നവയൗവനമായാലും നല്ല ജീവിതമായാലും അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ജീവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സുന്ദരമായ മുന്നോട്ട് പോവലാണ് ഓരോ ജീവിതവും. അത് തികച്ചും എന്താ പറയുക, ഏറ്റവും സ്വാഭാവികം എന്ന് പറയുന്നത്, ഏറ്റവും പ്രകൃതിയാലുള്ളത് എന്ന് പറയുന്നത് ആരോഗ്യവും ആനന്ദവും സുഖവും തന്നെയാണ്. അനാരോഗ്യവും സ്ട്രെസ്സും അസുഖവും എല്ലാം പ്രകൃത്യാ വരുന്നതല്ല, അത് അസ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ അസ്വാഭാവികമായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട എന്തൊക്കെയോ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ ചില താളപ്പിഴകൾ വരുമ്പോഴാണ് അസ്വാഭാവികമായി മാറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയില്ലാതെ ഈ സുഖത്തിലും സൗഖ്യത്തിലും ആരോഗ്യത്തിലും മുന്നോട്ട് പോവേണ്ട ശരീരത്തിന്, അല്ലെങ്കിൽ അതിനു വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിരന്തരം ജീവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ അങ്ങനെ അല്ലാതായി മാറിപ്പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഉത്തരം. അത് എവിടെയാണ് ആ താളപ്പിഴകൾ വന്നിട്ടുള്ളത്? അപ്പം നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളാണ്. നമ്മുടെ ശരീരമായി മാറിയിട്ടുള്ള, നമ്മളായി മാറിയിട്ടിരിക്കുന്ന എല്ലാം ശരീരത്തിനുള്ളിലുള്ള അല്ലെങ്കിൽ ശരീരമായിട്ടുള്ള കോശങ്ങളാണ്. ഈ കോശങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ തെറ്റുകൾ തിരുത്തി, എന്തെല്ലാം അസ്വാഭാവികതകളുണ്ടോ അതിനെയെല്ലാം തിരുത്തി ഏറ്റവും പെർഫെക്റ്റായി ഏറ്റവും സുഖത്തിലേക്ക് പോകുന്ന സെല്ലുകളാണ് നമുക്കുള്ളിലിരിക്കുന്നത്. അത് ഓരോ നിമിഷം എന്നതുപോലെ പുതിയതായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പങ്ങളെ മാറ്റിയിട്ട് ഏറ്റവും നല്ല ആരോഗ്യത്തോടെയുള്ള കോശങ്ങളാവാൻ വേണ്ടി ഓരോ നിമിഷവും കോശങ്ങൾ ഉള്ളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമുക്കറിയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഒരു കോശവും നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കുന്നില്ല. ബ്രെയിനിലെ കോശങ്ങൾ പോലും മാറി പുതിയതായി വരുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്? അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത എത്ര കുറവായിരിക്കും അല്ലേ? ഇങ്ങനെ കോശങ്ങൾ തെറ്റുകളെ തിരുത്തി കുഴപ്പമുള്ളതിനെയെല്ലാം മാറ്റി അസ്വാഭാവികമായിട്ടുള്ളതിനെയെല്ലാം ഒഴിവാക്കി പുതിയ കോശങ്ങളെ ഉണ്ടാക്കി പുതിയ ശരീരത്തിനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു രോഗത്തിനുള്ള സാധ്യത എത്ര കുറവാണ്. പക്ഷെ നമ്മളങ്ങനെ ആണോ ഇന്ന് ചിന്തിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ രോഗം ഉണ്ടാവുക എന്നുള്ളത് എത്രയോ പെട്ടെന്ന് നടക്കുന്നതാണ്. എല്ലാവർക്കും രോഗങ്ങളാണ്. എത്ര പേർക്ക് സുഖമുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് എനിക്ക് സുഖമുണ്ടെന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ സുഖമില്ലായ്മ എന്നത് എവിടെയൊക്കെയോ നമ്മൾ അനുഭവിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാതെ പോകുന്നതിൽ നിന്നുണ്ടാവുന്ന ഒരു താളപ്പിഴയാണ് ഈ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്, ഇപ്പം കുറച്ചും കൂടെ ഞാൻ കോശങ്ങളുടെ കാര്യം പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. ഒറ്റയടിക്ക് ഒരു ആലോചനയോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയല്ല നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ രൂപപ്പെടുന്നത്. അത് ഒരു 5-6 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എല്ലാ കുഴപ്പങ്ങളെയും മാറ്റിയിട്ടാണ് ഒരു കോശം ഫൈനൽ സ്റ്റേജിലെത്തി ഇനി ഡിവൈഡ് ചെയ്യാം, ഇനിയൊരു കോശമായി മാറാം എന്ന ലെവലിലെത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗെറ്റ് റെഡി,
ഡിവൈഡ് ചെയ്യാൻ റെഡിയായിക്കോ എന്നുള്ള ഒരു മെസ്സേജ് കോശത്തിന് കിട്ടും. അതാണ് ആദ്യത്തെ സ്റ്റേജ്. ആ മെസ്സേജ് വരുമ്പോഴത്തേക്ക് തന്നെ കോശങ്ങൾ റെഡിയാവും. അതായത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി റെഡിയാവും, കോശങ്ങൾ വിഭജിക്കാൻ റെഡിയാവും. ആ റെഡിയാവുന്നതിൻ്റെ മുന്നേ 1-2 കാര്യങ്ങൾ കോശങ്ങൾ നോക്കൂ. അതിൽ ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ മൊത്തം ഒരു ഇൻസ്പെക്ഷനാണ്. എവിടെയെങ്കിലും കോശങ്ങൾക്ക് കേട് സംഭവിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള മ്യൂട്ടേഷൻ കോശങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് പെർഫെക്റ്റ് ആണ്, ഇല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലുള്ള ഡിവിഷനിലേക്ക് കോശങ്ങൾ പോകുന്നുള്ളൂ. ഓക്കെ, അവിടെയും കുഴപ്പങ്ങളില്ല, റെഡിയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ പൊഴിയാൻ പോകുന്ന കോശങ്ങൾ നമുക്ക് വേണ്ട കുറേ ഘടകങ്ങൾ അതിലുണ്ട്. കുറേ മെസ്സേജസ് ഉണ്ട്, കുറേ മെമ്മറികളുണ്ട്, കുറേ ജീവൻ്റെ ഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതിനെ അടുത്ത കോശങ്ങളിലേക്ക് കൈമാറിയിട്ടാണ് ഒരു കോശം ഇല്ലാതായി പോകുന്നത്. അപ്പം അതും കഴിഞ്ഞ് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഘട്ടത്തിൽ വീണ്ടും ഒരു ഗേറ്റ് വേ, വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ഇനിയും എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുണ്ടോ, അവിടെയും ഇല്ല എന്ന് കണ്ടെത്തി പൂർണ്ണ ബോധ്യമായ ശേഷം മാത്രമേ ഇനി ഡിവൈഡ് ചെയ്തോളൂ എന്നുള്ള മെസ്സേജ് സെല്ലുകൾക്ക് കിട്ടുന്നുള്ളൂ. അവിടെയാണ് സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുന്നതും പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതും ശരീരം ഫോം ചെയ്യപ്പെടുന്നതും. അപ്പം ഇത്രയധികം ചെക്ക് ലിസ്റ്റിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ശരീരം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും രോഗത്തിൻ്റെതായിട്ടുള്ള ഒരു സംശയം പോലും കോശങ്ങളില്ല. നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ രോഗം, ഷുഗർ ആയാലും പ്രഷർ ആയാലും ഹൃദ്രോഗമായാലും കിഡ്നി രോഗമായാലും ഏത് രോഗം നമ്മൾ എടുത്തു നോക്കിയാലും ഇത് ഒരു പ്രത്യേക ഭാഗത്ത് അല്ലേ, രോഗത്തിന് നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ചില കോശങ്ങളിൽ ഉണ്ടാവുന്ന ചില ഭാഗത്തെ ശരീരമായി മാറിയിട്ടുള്ള കോശങ്ങൾ മാറിയിട്ടുള്ള ആ ഭാഗത്തിനാണ് കുഴപ്പം വന്നത്. അപ്പോൾ അങ്ങനെ വരാൻ പാടുണ്ടോ? ഇത്രയൊക്കെ ശ്രദ്ധയിലൂടെ കടന്നു പോകുന്ന കോശങ്ങൾക്ക് അങ്ങനെ കേടുവരാൻ പാടുണ്ടോ? ഇല്ല. ഇനിയിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കാണുന്ന രോഗമാണ് ക്യാൻസർ അല്ലേ. ക്യാൻസർ എന്താ? കോശങ്ങൾ ഒരു ചിട്ടയും ക്രമവും ഒന്നുമില്ലാതെ അതിന് തോന്നിയ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? കോശങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ അസ്വാഭാവികമാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അനാരോഗ്യത്തിലേക്ക് നമ്മുടെ ശരീരം പോകുന്നത് പോലെ എന്താണ് കോശങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? ഈ കോശങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യിപ്പിക്കാം, എങ്ങനെ നമുക്ക് നല്ല ശരീരത്തിനെ ഉണ്ടാക്കിയെടുക്കാം, ഇവിടെയാണ് നമ്മൾ പ്രകൃതി ജീവനത്തിനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ നമുക്ക് പ്രകൃതി ചികിത്സയല്ല വേണ്ടത്. ഒരു ചികിത്സ വേണ്ടി വരുന്നത് ജീവിതം പരാജയപ്പെടുമ്പോഴാണ്, അതേത് ചികിത്സയായാലും അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് പ്രകൃതി ജീവനമാണ്. അപ്പം ഈ ജീവനത്തിൻ്റെ ഏത് ഘട്ടമാണ്, എന്താണ് നമ്മുടെ കോശങ്ങളുടെ കാര്യത്തിൽ എവിടെയാണ് നമുക്ക് പരാജയം വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എന്താണ് കോശങ്ങൾക്ക് ആവശ്യം? നല്ല കോശങ്ങളുണ്ടാവാൻ കൂടുതലൊന്നും ആവശ്യമില്ല. കോശങ്ങളായി മാറുന്നത് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ശരീരം, അതിൻ്റെ ക്വാളിറ്റിയിലുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത്. അത് എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വി ആർ വാട്ട് വി ഈറ്റ്, യു ആർ വാട്ട് യു ഈറ്റ്, യു ആർ വാട്ട് യു തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ കഴിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ന് പറയുന്നത് മൊത്തം ഏറ്റവും നമ്മുടെ എന്താ പറയുക, അത്രയും സെൽഫ്, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ആഹരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം ഒരു മൊത്തം റിസൾട്ട്, മൊത്തം ഔട്ട്പുട്ടാണ് ഓരോ ശരീരവും. അതിൽ മറ്റൊന്നിനും ഒരു റോളുമില്ല. എന്നാലും നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകൾക്ക് നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മളെ ബാധിക്കാൻ, നമ്മളതല്ലാത്ത തെറ്റുകളിലൂടെ നമ്മളെ ബാധിക്കാനുള്ള കുറേയൊക്കെ ഉണ്ട്. കുറേ റേഡിയേഷൻസ് ആയിട്ടും നമ്മുടെ മണ്ണിലൊക്കെ വരുന്ന കെമിക്കലുകളായിട്ട് നമ്മൾ ആഹരിക്കേണ്ടി വരുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും വരുന്ന കീടനാശിനികളായിട്ടും എല്ലാം അങ്ങനെ കുറച്ച് ഘടകങ്ങളൊക്കെ നമ്മുടെ കൈക്കപ്പുറത്തുള്ളത് ഉണ്ട്. എന്നിരുന്നാലും
ഇതിനെയെല്ലാം ക്ലെൻസ് ചെയ്യാനുള്ളൊരു പവർ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കോശങ്ങൾക്ക് അതിലപ്പുറം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പവറിലേക്ക് നമ്മൾ കോശങ്ങളെ എത്തിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഈ കോശങ്ങൾക്ക് ആവശ്യം? അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പോഷണത്തിൻ്റെ നിയമങ്ങൾ വരുന്നത്. ലോ ഓഫ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ, ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം മാത്രം ഉൾപ്പെടുന്നതല്ല ന്യൂട്രീഷൻ. നമ്മൾ ആഹരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ ഒരു ഭാഗം അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്. അതും നമ്മൾ ആഹരിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത രീതിയിലാണെങ്കിലും നമ്മൾ നമ്മൾ വെയിലേൽക്കുന്ന സമയത്ത് നമുക്ക് വെയിൽ നമ്മുടെ ആഹാരമായിട്ട് മാറുന്നില്ലേ അല്ലേ? നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വെയിലിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ന്യൂട്രീഷനിൽ വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും നല്ല ഭക്ഷണം? നമ്മുടെ ശരീരത്തിന് ഏറ്റവും എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും എളുപ്പത്തിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതും ഏറ്റവും എളുപ്പത്തിൽ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഏറ്റവും നല്ല ഭക്ഷണം. അതിന് പറ്റാത്തതൊന്നും നമ്മുടെ നല്ല ഭക്ഷണമല്ല. അതിനൊന്നും ഒരിക്കലും നമുക്ക് നല്ല ആരോഗ്യം തരാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ ഓരോ ഭക്ഷണത്തിനെയും എടുത്തു നോക്കുമ്പോൾ ഇതെല്ലാം, ഈ ക്വാളിറ്റീസ് എല്ലാം ചേരുന്നതാണോ ഞാൻ കഴിക്കുന്ന ഭക്ഷണം? ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ശരീരത്തിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ദഹനത്തിനൊപ്പം നടക്കുന്ന പെരിസ്റ്റാൾസിസ് ഒക്കെ ഏറ്റവും ഭംഗിയായി നടക്കണമെങ്കിൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഘടകം ഭക്ഷണത്തിൽ നന്നായിട്ട് വേണം. സെല്ലുലോസ് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം സസ്യങ്ങളിലാണ്. നമ്മൾ സസ്യാഹാരം കഴിക്കുമ്പോഴാണ് സെല്ലുലോസ് നന്നായിട്ട് കിട്ടുക. അവിടെയും നമ്മൾ, ചില ആൾക്കാർ പറയും ഞാൻ സസ്യാഹാരിയാണ്, വെജിറ്റേറിയൻ ആണ്, എന്നിട്ടും എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ സെല്ലുലോസ് പച്ചക്കറികളുടെ എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും ഔട്ടർ ലെവലിലാണ് സെല്ലുലോസ് അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിനെയൊക്കെ എടുത്ത് തൊലി കളഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ തൊലിക്കടുത്താണ് ഈ പറഞ്ഞ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഏത് പച്ചക്കറി നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സ്കിന്നിനെ അങ്ങോട്ട് ചുരണ്ടാൻ ശ്രമിക്കും അല്ലേ? ഒരു പടവലാണെങ്കിൽ പോലും നമ്മളെടുത്തിട്ട് ചുമ്മാ അതിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നോക്കുന്നത്. അപ്പം ഈ സ്കിന്നിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഭാഗത്താണ് പച്ചക്കറികളിൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത്രയും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെടിയുടെ സ്റ്റെമ്മിനോട് ആ പച്ചക്കറി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, എന്താ പറയുക, ഞെട്ട് എന്ന് നമ്മൾ പറയുന്നത്, ഓരോ വെണ്ടയും ഒക്കെ ആ ചെടീൻ്റെ ഭാഗത്ത്, ചെടിയുടെ തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. കറിയിലിടുന്നത് അതൊരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരു സൂപ്പോ വെജിറ്റബിൾ സൂപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങ് കഴിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് നമ്മൾ കളയുമ്പോൾ, പച്ചക്കറികളുടെ സ്കിന്ന് കളയുമ്പോൾ, ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമാണ്, പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് ആൾക്കാർ. ഉരുളക്കിഴങ്ങിനെ ദഹിപ്പിക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് അത്രയും അത്യാവശ്യമാണ്. നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മൾ സ്കിന്നോടുകൂടെ വേവിച്ചിട്ട് ഇനി നമുക്കത് ആവശ്യമില്ലെങ്കിൽ, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം റിമൂവ് ചെയ്തോളൂ. പക്ഷേ ആ വേവിക്കുന്ന സമയത്ത് സ്കിന്നോടുകൂടെ തന്നെ നമ്മളത് വേവിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് സ്വീറ്റ് പൊട്ടറ്റോ, ഇതെല്ലാം തന്നെ ഒരുവിധം എല്ലാ വെജിറ്റബിളും അത്രയും സ്കിന്നെ എലിമിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ അതിൻ്റെ മാത്രം നമ്മൾ കളയുക. ലൈക്ക് ചേന, ചേമ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആ ചൊറിച്ചിലും ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ ഒഴിവാക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ബാക്കി ഒരു വെജിറ്റബിളിനും പരമാവധി നമ്മൾ സ്കിന്നിനെ കളയാതെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പം ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ആഹാരമായിട്ട് വരുമ്പോഴാണ് കൂടുതൽ ആൽക്കലൈൻ ഭാവം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും മാത്രമേ ആൽക്കലൈനിറ്റി നമുക്ക് ശരീരത്തിന് തരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ശരീരം ആൽക്കലൈനാണ്, നമ്മുടെ ബ്ലഡ് ആൽക്കലൈനാണ്. അപ്പോൾ ആ ഒരു ലെവൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പഴങ്ങളും നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു
മാംസാഹാര രീതിയല്ല ലോകത്ത് ഒരിടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാംസാഹാരം കഴിക്കുന്നവരും പൊതുവെ വളരെ കുറച്ച് മാംസാഹാരം കഴിക്കും, കൂടുതൽ അളവിൽ അതിൻ്റെ ഒരു വലിയൊരു ഇരട്ടി പച്ചക്കറികൾ കഴിക്കും, ഇലകൾ കഴിക്കും, അല്ലേ? അറബികളെ ഭക്ഷണമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത്രയ്ക്കധികം കഴിച്ചിട്ടാണ് അവർ ചെറിയൊരു ഭാഗം മാംസാഹാരം കഴിക്കുന്നത്. അപ്പോൾ പച്ചക്കറികൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നിടത്ത് എത്രത്തോളം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നു എന്നുള്ളതിന് വളരെ വളരെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ഈ കഴിക്കുന്ന സാധനങ്ങൾ ദഹിച്ച് അതിൽ നിന്ന് ആ ഇൻപുട്ടിൽ നിന്നാണ് നമ്മുടെ പുതിയ കോശങ്ങൾ ഉണ്ടാവേണ്ടത്. അതിൻ്റെ ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മുടെ കോശങ്ങൾക്കുള്ളത്. ഇപ്പം നേരത്തെ സാറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു വെളിച്ചെണ്ണ ചൂടാക്കി ഉപയോഗിക്കും. നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ കടുകൊക്കെ ചൂടാക്കി പൊട്ടിച്ച്, അല്ലേ, എണ്ണയൊക്കെ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാലിട്ടിട്ട് വീണ്ടും കറീനെ നമ്മൾ തിളപ്പിക്കും, തേങ്ങ അരച്ചിട്ട് കറിയിൽ ചേർത്ത് വീണ്ടും അത് തിളപ്പിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ കറിയുടെ അല്ലെങ്കിൽ നമ്മളത് ആഹരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വല്ലാതെ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്.